പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ കഥകൾ നാം കേൾക്കാറുണ്ട്. പല കഥകളും നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഒട്ടേറെ മോട്ടിവേറ്റ് ചെയ്യാറുമുണ്ട്, ഒട്ടേറെ ചിന്തിക്കാൻ സഹായിക്കാറുണ്ട്. ഒരുപക്ഷെ പഴയ കാലത്ത് അത്തരം കഥകൾ ധാരാളം വായിക്കാൻ ലഭിച്ചിരുന്നു. പക്ഷേ ഇന്ന് അത്തരം കഥകളുടെ ലഭ്യത പലപ്പോഴും മോട്ടിവേഷൻ സ്പീക്കറിലൂടെയും മറ്റും മാത്രമേ കേൾക്കാൻ സാധിക്കാറുള്ളൂ. ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പ്രഗത്ഭനായ എഴുത്തുകാരൻ ഒരു ദിവസം കോഴിക്കോട് മാർക്കറ്റിൽ വന്ന ആ ദിവസം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ആ ഒരു സാഹചര്യത്തിൽ വളരെ സന്തോഷത്തോടെ ആഹാരം കഴിച്ച് പണം കൊടുക്കാൻ വേണ്ടി സ്വന്തം ജുബ്ബയിൽ കൈയിട്ട് നോക്കിയപ്പോൾ കീശ കീറിയിരിക്കുന്നു, സ്വന്തം പോക്കറ്റടിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു സങ്കടം അവിടെയുള്ള കേഷ്യറെ അറിയിച്ചപ്പോൾ കേഷ്യർ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, പണം തന്നില്ലെങ്കിൽ വസ്ത്രം അഴിച്ചു വെക്കണം എന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി. താൻ വീട്ടിൽ പോയി പണം എടുത്തു വരാം എന്ന ഒരു ആവശ്യം പോലും അംഗീകരിക്കാൻ അയാൾ തയ്യാറാവുന്നില്ല എന്നുള്ളത് വല്ലാതൊരു പ്രയാസമുണ്ടാക്കിയ ഘട്ടമായി വൈക്കം മുഹമ്മദ് ബഷീർ പറയുമ്പോൾ, എന്നെ സഹായിക്കാൻ ആരുമില്ലേ എന്ന ഒരു സങ്കടത്തോടു കൂടിയുള്ള ഒരു നോട്ടം മറ്റ് ഭക്ഷണം കഴിക്കാൻ വന്ന ആളുകളെ നേരെ നോക്കിയപ്പോൾ ആരും സഹായിക്കാനില്ല എന്ന ഒരു ഘട്ടത്തിൽ സ്വന്തം ജുബ്ബ അഴിച്ചു കൊടുത്ത ആ നിമിഷം കാഷ്യർ പറയുകയാണ്, ജുബ്ബ മാത്രം തന്നാൽ പോരാ, ആ അടി മുണ്ടുകൂടെ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വല്ലാതെ ജനങ്ങൾക്കിടയിൽ വിവസ്ത്രനാകുമുണ്ടാകുന്ന വേദന കടിച്ചെറുക്കിക്കൊണ്ട് ആ മുണ്ട് അഴിച്ചു കൊടുക്കുന്ന ഘട്ടത്തിൽ മുഷിഞ്ഞ വേഷം ധരിച്ച ഒരു വ്യക്തി കാഷ്യറെ സമീപിക്കുകയും, ഒരു മനുഷ്യൻ ഒരു നേരത്തെ ആഹാരം കഴിച്ച് അതിന് പണം തരാത്തതിൻ്റെ പേരിൽ ഇത്ര മോശമായാണ് പെരുമാറേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയാണ് ഇദ്ദേഹം തരാനുള്ള പണം എന്ന് ചോദിച്ച് ആ പണം കൊടുത്ത് വൈക്കം ബഷീറിനെ കൂട്ടി പുറത്തു വരുമ്പോൾ സത്യത്തിൽ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച ആ വ്യക്തിയെപ്പറ്റി അറിയാനുള്ള കൗതുകം വൈക്കം ബഷീറിൻ്റെ ഉള്ളിൽ ഉണ്ടായെങ്കിലും അദ്ദേഹം ചോദിച്ചപ്പോൾ തൻ്റെ അരക്കെട്ടിൽ നിന്നും ധാരാളം പേഴ്സുകൾ എടുത്തു കൊടുത്തുകൊണ്ട് ഇതിലേതാണ് നിങ്ങളുടെ പേഴ്സ് എന്ന് വൈക്കം മുഹമ്മദ് ബഷീറിനോട് ചോദിച്ചപ്പോൾ സ്വന്തം പേഴ്സ് അതിലുണ്ടായിരിക്കെ, ആ പോക്കറ്റടിക്കാരൻ തന്ന ആ പേഴ്സുകളിൽ സ്വന്തം പേഴ്സ് ഉണ്ടായിരിക്കെ, അതിൽ പണവും ഉണ്ടായിരിക്കെ, ഇതിലെൻ്റെ പേഴ്സ് ഇല്ലെന്ന് കളവ് പറഞ്ഞുകൊണ്ട് വൈക്കം ബഷീർ അവിടെ കടന്നു കളഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ പോക്കറ്റടിക്കാരൻ്റെ പെരുമാറ്റത്തിലുള്ള ആ മാന്യത ആ റെസ്റ്റോറൻറ്റിൻ്റെ കേഷ്യറെടുത്ത് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. തീർച്ചയായും നാം ഓരോരുത്തരും മാന്യമായി പെരുമാറുന്നതിലാണ് നമുക്ക് നന്മ.